നമ്മളൊരു ജിമ്മ് ട്രെയിനർ ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം 1.5 മാസത്തോളമായി ജിമ്മിനൊക്കെ പോയിട്ട് വന്നിട്ട് ഏകദേശം അത്ര മാസമായി. പക്ഷേ മൂപ്പറോട് ഞാനിങ്ങനെ ഇടയ്ക്ക് വരും എന്നൊക്കെ പറയും. പക്ഷേ മൂപ്പറെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തെന്താ വെച്ചാൽ ഇന്ന് വൈകുന്നേരം അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മൾ ജിമ്മിലേക്ക് പോവാണ്. അപ്പോൾ മൂപ്പറെ കാണുമ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഷോപ്പിൽ പോയാൽ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് നേരെ പോവാം. ഓക്കെ, നമ്മൾ കൊല വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മള് കൊല? അടിപൊളി. എത്ര കിലോ ഉണ്ട്? ഒരു 600 ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ശരിക്കും ഏതല്ല നാന്തപ്പഴം ഉണ്ട്. ഏത് പൂവാനാ? ഇത് പൂവമ്പഴം. നല്ല ഓക്കെ, നമ്മൾ പോയി നോക്കട്ടെ. മൂപ്പർക്ക് ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കട്ടെ. നമ്മളെ ജിമ്മിലെ ആളുണ്ട്, സുഭാഷ് ഏട്ടൻ. കൊടുത്തിട്ട് വരാം. ഇത് നമ്മളെ അഷറഫ് കാ. നമ്മള് ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുമിച്ച് പഠിച്ചല്ല. നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം എന്ന് പറയാം. നടക്കുമ്പോ ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഇവിടെ ഈ ഷോപ്പ് എത്ര വർഷമായി? 13 വർഷമായി. 13ഓ? മോനെ, അപ്പ നമുക്കുള്ള പരിചയമാണ്. അപ്പൊ ഈ കൊലയെടുത്ത് നമ്മൾ പോയി നോക്കാം. ഓക്കെ, നമ്മൾ ഇനിയും വീഡിയോ ചെയ്യൂട്ടാ. നിങ്ങൾ ഉണ്ടാവില്ലേ? താങ്ക് യു. ഓക്കെ. ഹലോ, മറ്റേ ജിമ്മിൽ പാട്ടൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പഠിച്ചോനെ പാട്ടൊന്നും വെക്കല്ലേ. നമ്മളിപ്പോൾ എനിക്കറിയില്ല, രാത്രിയാണ് പൊതുവെ ആൾക്കാരുണ്ടാവുക. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ്. കൊലയാണ് എടുക്കാൻ എനിക്ക്. ഈ ഹെൽമെറ്റ് ഇട വെച്ചേ. കൊല നമുക്ക് അങ്ങനെ എടുത്ത് നോക്കാം. കേക്ക് മാസില്ല. സുഭാഷ് ചേട്ടനോടെ ഒരു സുഭാഷ് ചേട്ടൻ വന്നിട്ടില്ലടാ. ചെറുതായിട്ട് പാളിയിട്ടൊന്നുമില്ല. ഇപ്പൊ പഴം കുറച്ച് പഴുത്തിട്ടില്ല. അപ്പൊ അതെല്ലാം നല്ലതിന്. അവിടുന്ന് മൂപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. ഞാൻ വിചാരിച്ചു ഈ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല എന്ന്. പക്ഷെ നമുക്ക് മൂപ്പർ ഇപ്പൊ വിളിച്ചപ്പോ ഒന്നും കൂടെ മൂപ്പർ ജിമ്മിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും കൂടെ പോയി നോക്കാം. ഓക്കെ അണ്ണാ, സുഖല്ലേ? എത്ര ആളെ കണ്ടിട്ട്? ഒരു ചെറിയ വീഡിയോ ഇട്ടിക്കോ. സർപ്രൈസ് ഉണ്ട്. നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളെ കാത്തിരിപ്പിന് നമ്മൾ എത്ര നാളെ കണ്ടിട്ട്? ഓൾമോസ്റ്റ് 3 months ആയി തോന്നുന്നു. മൊഞ്ചനായില്ലല്ലോ അല്ലേ? ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. എന്താ വെച്ചാല് നമ്മള് കൊറേ കാലത്തിന് ശേഷം കാണുന്നോണ്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സംഭവം കൊണ്ടുതന്നിട്ടുണ്ട്. എന്തായിരിക്കും കൊണ്ടുതന്നിട്ടുണ്ടാവാ? വലിയൊരു സാധന. സ്നേഹം. അണ്ണാ കിട്ടാ. എന്താണ് താങ്കൾക്ക് എന്നെ കാണുമ്പോ പറയാനുള്ളത്? പരിസരത്ത് കാണുന്നില്ലല്ലോ. ഞാൻ നിങ്ങളെ വിട്ടിട്ട് ഞാൻ പോവോ? ഞങ്ങൾക്ക് രണ്ടാൾ വീട്ടിൽ കേട്ടോ. ഞാൻ എടുത്തിട്ട് വരാം. ഹലോ ഗൈസ്, ഇവിടെയൊക്കെ സാധനം എടുത്തിട്ട് വരാം. കാരണം ഈ കോപ്പി പാട്ടിന്റെ സൗണ്ട് വർക്ക്. നമ്മള് ഇതെന്ത് പഴാണ് നിങ്ങൾ പറ. ഇത് ഞാനിപ്പോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ നേന്ത്രപ്പഴത്തിന് നോക്കുമ്പോ നേന്ത്രപ്പഴത്തിൽ കൊലയിലൊന്നുമില്ല. അപ്പൊ ഞാൻ ഇത് വേണ്ട തന്നു. പിടിക്ക്. എങ്ങനെയുണ്ട്? അണ്ണൻ പൊളി. സംസാരിക്കട്ടെ. നിങ്ങൾക്ക് വാ. തീമൊന്നും പറയില്ല. കാരണം പഠിച്ചവനെ എന്താ വെയിറ്റ് താങ്ങുന്നില്ലേ? ഇവരിപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഉദ്ദേശം എന്താണ്? നമ്മൾ എടുത്തൊരാളല്ലേ, ഇതിൽ എത്ര പഴമുണ്ട് അത്ര ദിവസം എനിക്ക് ജിമ്മിൽ വരാന്ന് നിങ്ങൾ പറയണം. ചീഞ്ഞതും കെട്ടതെല്ലാം എടുത്ത് ഒഴിവാക്കി എന്നിട്ട്. അപ്പൊ നമ്മളെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും വരുവാ? വയർത്തിട്ട് ഞാനെന്തറിയോ, ഞാൻ വിചാരിച്ചു ഇന്ന് ജിമ്മ് കളിക്കാം. പക്ഷെ ഇവിടെ കേറിയപ്പോ തന്നെ വയർത്ത് ഒരു ജിമ്മിൽ പോയ ഫീലായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഇറങ്ങിട്ട്
നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മളെ പഴം എത്ര പഴം ഉണ്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. അത്ര ദിവസം എനിക്ക് ഇവിടെ ജിമ്മ് കിട്ടും എന്നാണ് പറയുന്നത്. അല്ല വെറുതെ അണ്ണൻ വേണേ പുതിയ വടക്ക് ചക്ക ഇറങ്ങിയിട്ടുണ്ട്. കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ ചെറിയൊരു വീഡിയോ ഇവിടെ എന്താണ് അത് പറ സബ്സ്ക്രൈബ് എന്നല്ല പറ. ഇവരൊന്നും ഒരു സ്നേഹം ഇല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ. പറ പേജ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആശാന്റെ എല്ലാ പരിപാടിയും ഫുൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഞാൻ സംസാരിച്ച് വേർത്ത്. ഓക്കെ നമ്മൾ അത്ര ലാഗാക്കുന്നില്ല ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. സബ്സ്ക്രൈബ്.